അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസല്ലം. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദുൽഹിജ്ജ മാസം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് സ്വാലിഹായ അമലുകൾ ചെയ്യാൻ അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങൾ ആണ്. അതിലെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്നാണ്. അതുകൊണ്ട് ആ ദിനങ്ങളെ നമ്മൾ പ്രത്യേകം പരിഗണിക്കുകയും ഫർളായ കർമ്മങ്ങൾ മുറതെറ്റാതെ നിർവഹിക്കലോടുകൂടി ധാരാളം സുന്നത്തുകൾ നിർവഹിക്കാൻ പരിശ്രമിക്കുകയും അതോടൊപ്പം ഉളുഹിയ്യത്ത് കണക്കാക്കിയ ആളുകൾ ദുൽഹിജ്ജ 1 മുതൽ ഉളുഹിയ്യത്ത് അറക്കുന്നത് വരെ താടി, രോമം, നഖം പോലെയുള്ളതൊന്നും നീക്കാതിരിക്കൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് അതൊക്കെ ദുൽഹിജ്ജ പിറക്കുന്നതിന് മുമ്പ് നന്നാക്കി നഖമൊക്കെ മുറിച്ച് ദുൽഹിജ്ജയെ സ്വീകരിക്കാൻ കാത്തിരിക്കുക. അതുപോലെ ദുൽഹിജ്ജയിലെ ആദ്യ ദിനം മുതൽ ഉളുഹിയ്യത്തിൻ്റെ മൃഗങ്ങൾ അഥവാ ആട്, മാട്, ഒട്ടകങ്ങൾ എന്നിവയെ കാണുകയോ അവയുടെ ശബ്ദങ്ങൾ കേൾക്കുകയോ ചെയ്താൽ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുക. അതേപോലെ ദുൽഹിജ്ജ മാസത്തിൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 നോമ്പനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ ദുൽഹിജ്ജ 9 വരെയുള്ള ദിവസങ്ങളിൽ, ഏറ്റവും ചുരുങ്ങിയത് ദുൽഹിജ്ജ 8-നും 9-നും, 9-ന് പ്രത്യേകിച്ചും അറഫ ദിനത്തിലെ നോമ്പ് സുന്നത്താണ്. ആ നോമ്പ് വളരെ പ്രധാനപ്പെട്ടതും മുഅക്കദായ സുന്നത്തുമാണ്. അത് നിർവഹിക്കുക. അതേപോലെ ദുൽഹിജ്ജ 9-ൻ്റെ സുബ്ഹി മുതൽ ദുൽഹിജ്ജ 9, 10, 11, 12, 13, 13-ൻ്റെ അസ്ർ വരെയുള്ള എല്ലാ നിസ്കാരങ്ങളുടെയും പിറകെ ഉടനെ തന്നെ ഫർളും സുന്നത്തും മയ്യിത്ത് നിസ്കാരവും എല്ലാം ഉൾപ്പെടും. എല്ലാ നിസ്കാരങ്ങളുടെയും ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ദുൽഹിജ്ജ 9 അസ്തമിച്ച പെരുന്നാൾ രാവിൻ്റെ മഗ്രിബ് മുതൽ പെരുന്നാൾ നിസ്കാരത്തിൽ ഇമാം പ്രവേശിക്കുന്നവരെ നമ്മുടെ വീടുകളിലും നമ്മുടെ യാത്രയിലും വാഹനത്തിലും അങ്ങാടിയിലും എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും തക്ബീർ വർദ്ധിപ്പിക്കേണ്ടതാണ്. അതേപോലെ പെരുന്നാൾ ദിവസത്തിന് പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ബലിപെരുന്നാൾ ദിവസമാകുമ്പോൾ ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കാതെ വരലാണ് പ്രത്യേകം സുന്നത്ത്. ചെറിയ പെരുന്നാളിനാകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പള്ളിയിലേക്ക് വരലാണ് സുന്നത്ത്. ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. അതേപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം നമ്മൾ ശ്രദ്ധയിലുണ്ടാവണം. അങ്ങനെ ദിക്റുകൾ കൊണ്ടും ദുആകൾ കൊണ്ടും മറ്റ് പുണ്യകർമ്മങ്ങൾ കൊണ്ടും ഈ ദിനരാത്രങ്ങളെ നമ്മൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി ഉപയോഗപ്പെടുത്തണം. പെരുന്നാളിൻ്റെ നിസ്കാരങ്ങളിൽ വെച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരമാണ്. അതേപോലെ പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി, ബലിപെരുന്നാളിൻ്റെ സുന്നത്ത് കുളി, ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് കുളിക്കലും നല്ല വസ്ത്രങ്ങൾ, പുതുവസ്ത്രങ്ങളൊക്കെ അണിയലും, ഇതെല്ലാം ഒരു ഇബാദത്തായി കണക്കാക്കി നിയ്യത്ത് നന്നാക്കി നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ പുണ്യകർമ്മങ്ങളെല്ലാം പരമാവധി കൈവരിക്കാൻ ശ്രമിക്കണം. അള്ളാഹു നമുക്കതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. വഗ്ഫിർ ലനാ വലിവാലിദൈനാ വലിഅസ്സാതിദിനാ വലിഅസ്വാജിനാ വലിഔലാദിനാ വലിജമീഇൽ മുഅ്മിനീൻ വർഹംനാ വഇയ്യാഹും ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഞങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.